ഫ്രണ്ട്സ്, ഇതിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മളിത് ഉടനെ വന്നിരിക്കുകയാണ്. കരിനാരങ്ങ ഇതാണല്ലോ സദ്യക്ക് മെയിൻ സംഭവം. സാധാരണ ചെറുനാരങ്ങ ഒന്നും കൊണ്ട് കറി വയ്ക്കില്ല, മറ്റേ ഈ വടുകപ്പുള്ളി നാരങ്ങ എന്ന് പറയും. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ഓണത്തിനൊക്കെ നമ്മൾ അച്ചാറുണ്ടാക്കുക. അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ച് തിളയ്ക്കുന്നുണ്ട്. ഈ സംഭവം ഇതിലിടണം. ഈ അച്ചാർ ഇങ്ങനെ ഉണ്ടാക്കിയാൽ കയ്പ്പ് ഒട്ടും തോന്നില്ല, നല്ലതായിട്ട് വരും. അത് കഴിഞ്ഞ് ഇതിനൊന്ന് റെഡി ആയി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ. ഞാൻ ഇതിലിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചും നമ്മൾ ഇടണം വെള്ളത്തിൽ. ഇത് ഒന്ന് വാടണം. വാടിക്കഴിഞ്ഞാൽ ഇതിനെടുത്തിട്ട് നമ്മൾ നുറുക്കണത് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഞാനിത് ചൂടുവെള്ളത്തിലിട്ട് ഇതിനെ അങ്ങനെ കട്ട് ചെയ്ത് കളയാം. രണ്ട് സൈഡും ചൂടുണ്ട്, തണുക്കാനുള്ള സമയമില്ല. ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് കട്ട് ചെയ്യാം. ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ നോക്കുക. എന്നിട്ട് ഇതിനെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സൈഡൊക്കെ എടുത്ത് കളയണം. പിന്നെ ഇതിൻ്റെ മുകളിലത്തെ വൈറ്റ് പോർഷനില്ലേ, അതിങ്ങനെ അരിഞ്ഞു കളയാം കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് അരിയാം. പോട്ടെ, അത് കളയാം. ഇതിൻ്റെ കുരുവൊക്കെ ഉണ്ടല്ലേ, ഇത് നല്ല ഇങ്ങോട്ട് എടുത്ത് കളഞ്ഞാൽ മതി. കുരു ഭയങ്കര കയ്പാണ്. അത് കൂടെ വെച്ചിരുന്ന നാരങ്ങ ഭയങ്കര കയ്പായിരിക്കും. അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ആ വൈറ്റ് പോർഷൻ കട്ട് ചെയ്ത് തന്നെ പൊയ്ക്കോളൂ ആ. പിന്നെ ഞാൻ നുറുക്കി കാണിച്ചു തരാം. ഇതിനെ കാണിച്ചു കൊടുക്കുമോ? ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ നുറുക്കാം. എല്ലാം നുറുക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ട, ഒരു ചെറിയ നാരങ്ങയാണ് നമ്മൾ മേടിച്ചേക്കണേ. അധികമൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. ഇതിനെ നമ്മൾ ഉപ്പിട്ടിട്ട് ഇതിങ്ങനെ ഇതാക്കി വെക്കണം. ഇതൊരു അരമണിക്കൂർ വെക്കണം. സമയമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ എടുക്കും. നിങ്ങളൊരു അരമണിക്കൂർ വെച്ചോളൂ. ഇളക്കിയിട്ട് ഇതിനെ അവിടെ മാറ്റി വയ്ക്കാം. നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു നാരങ്ങ വെച്ചിട്ടുള്ളൂ. നല്ലെണ്ണ വയ്ക്കാം. തീ കത്തിച്ചിട്ട് അതൊക്കെ ചൂടായി കിടക്കണതാണ്. അത് കഴിഞ്ഞിട്ട് നല്ലെണ്ണ വയ്ക്കാം. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10, ചെറിയ ഇതുകൊണ്ട് ഒരു 10-30 വെളുത്തുള്ളി ഉണ്ടാവും. കുറച്ചല്ലേ ഉള്ളൂ. പാകത്തിന് നമ്മൾ കാന്താരിമുളക്, വലിയ കാന്താരിമുളകും എരിവുള്ളതും എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം ഇനി കടുക് പൊട്ടിക്കാം. വേപ്പിലയും അടുത്ത് വയ്ക്കാം. ചൂടായി കഴിഞ്ഞിട്ട് കടുക് പൊട്ടിക്കാം. അത് ചൂടായാലാണ് കടുക് പെട്ടെന്ന് പൊട്ടുള്ളൂ. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് വേപ്പില ഇട്ടാൽ മതി. വേപ്പില ഇപ്പൊ തന്നെ ഇടണമെന്നില്ല, എന്നാലും കുഴപ്പമില്ല. മാറി നിൽക്കാം. പൊട്ടി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് എണ്ണ ഒന്ന് ചൂടാവേണ്ടതായിരുന്നു. തീ എന്താണാവോ ഗൈസ്, എൻ്റെ അടുപ്പ് വല്ലാണ്ടായി. ഇനി ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് തോന്നുന്നു. കുറേ നാളായി പൊട്ട തുടങ്ങി. പൊട്ടാണ്ട് ഒന്നും ചെയ്യരുത്. നന്നായിട്ട് കടുക് പൊട്ടണം. ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാവും. ഞാൻ ഒന്ന് ചൂടാകാനേക്കാളും മുമ്പ് ഇട്ടു. ഓക്കെ, വെളുത്തുള്ളി ഇട്ടിട്ട് നമുക്ക് ലാസ്റ്റ് നമുക്ക് വേപ്പില ഇടാം. വെള്ളം ഉണ്ടായിരുന്നു. ഇവളൊക്കെ ഇച്ചിരി മാറി നിന്നിട്ട് ഇട്ടാൽ മതി. ഓക്കെ, തീ നമുക്ക് പതുക്കെ കുറച്ച് വയ്ക്കാം.
ഇനി വേപ്പില ഞാൻ ഇടാം. ഇപ്പം ഇടില്ല, കുറച്ച് ഇതാവട്ടെ. ഇത് അധികം കളർ മാറണ്ട, ചുവന്ന കളർ അങ്ങനെയൊന്നും ആവണ്ട. ഒരു പകുതി ഒരു ഇതാകുമ്പോഴത്തേക്കും നമുക്കിതിൽ ബാക്കി പൊടികളൊക്കെ ഇട്ട് റെഡിയാക്കാം. ഓക്കെ, അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, വെള്ളമൊക്കെ ഒന്ന് പോയാൽ മതി. ഇതൊക്കെ പോയിപ്പോൾ കണ്ടോ, ഇതിലിട്ടിട്ട് അപ്പം വേപ്പിലിടാം. അത് കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ച് വെക്കാം. ഞാൻ ഇപ്പോൾ വരാം കേട്ടോ. നല്ല തീയല്ലേ നമ്മൾ വറുത്തെടുത്ത്, അത് കാരണം തീയ ഞാൻ കെടുത്തി. എന്നിട്ടിപ്പോൾ ഇതേ 1.5 ടീസ്പൂൺ, കാരണം കുറച്ചല്ലേ ഉള്ളൂ, കാശ്മീർ മുളക് ഇട്ടു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഉലുവപ്പൊടി ഇട്ടു. ഉലുവപ്പൊടി കൂടുതലാവരുത്, കയ്പ്പ് ടേസ്റ്റ് വരും. പിന്നെ കായത്തിൻ്റെ പൊടി ഇട്ടു. ഇനി നമ്മൾ പതുക്കൊന്ന് തീ കത്തിക്കും കേട്ടോ, കാരണം ഈ പച്ചമണം പോണ്ടേ. തീ കത്തിച്ചിട്ടാണ് ഇത് റെഡിയാക്കുക. വെച്ചിട്ട് ഒരു വാസന വരും മുരിഞ്ഞതിൻ്റെ. അത് കഴിഞ്ഞ് ഞാൻ നാരങ്ങ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇപ്പം മുരിഞ്ഞ് ഞാൻ തീ ഓഫ് ആക്കും. എന്നിട്ട് നമുക്ക് പഞ്ചസാര, ഇത് മതി, എനിക്ക് കുറച്ചല്ലേ കഷ്ണമുള്ളൂ, അതുകൊണ്ട് പഞ്ചസാര 1 ടീസ്പൂൺ ചെറുത് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ നല്ലപോലെ ഇളക്കി കൊടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നാരങ്ങയിലെ ചൂടാറിയിട്ടില്ല, നല്ലപോലെ പാത്രവും ഇതും ചൂടാറണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ ഒരു കൂട്ടം കൂടി കാണിക്കാൻ. മോര് നമുക്ക് ചതച്ച്, ഇതിൽ പച്ചമുളക്, ഉള്ളി ഇത്തിരി അധികം ഉണ്ട്, ഇഞ്ചി കേട്ടോ, മിക്സിയിലിടാം. ഇതും ഇതിലുള്ളതാ സദ്യയിൽ. മോര്, വെള്ളമോര് കാണാറില്ലേ ഞങ്ങൾ, നല്ലതാ. ഇതിലേക്കിടാം വേപ്പില, ഉപ്പിടുക. ഉപ്പൊക്കെ ഇപ്പം ഇച്ചിരി ഇട്ടിട്ട് നോക്കിയിട്ടാൽ മതി. പിന്നെ വേപ്പില നല്ലപോലെ ഇത് അരയ്ക്കണം, ഒന്നും ഉണ്ടാവരുത് അതിനകത്ത് കേട്ടോ. ചണ്ടിയായിട്ട് കിടക്കരുത്, നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, ഇതേണ്ട ഗൈസ്, ഇതിൽ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ഇത്തിരി അധികം ഇട്ടു, മോര്, വേപ്പില, ഉപ്പൊരു സംഭവം. അപ്പൊ ഇതും സദ്യക്ക് നമ്മൾ വെക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോ എല്ലാം റെഡിയായി, ചൂടൊക്കെ മാറി ചട്ടിയുടെ നമ്മൾ ഇതിലേക്ക് ഇടാണ് കേട്ടോ. നല്ലപോലെ നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കും. ഇതിൽ ഇരുന്ന് തന്നെ വെള്ളമായിക്കോളും ഈ നാരങ്ങ. ഇപ്പൊ 2 ദിവസം പുറത്തേക്ക് വെക്കാം വെള്ളം. ഇതിപ്പോ നമ്മള് കുറെ ദിവസം ഇരിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഓക്കെ, ഇങ്ങനെ ഉണ്ടോ, ഇപ്പോഴേ ഇത് വെന്തുടഞ്ഞ മാതിരി ഇരുന്നു. അത് വെന്തുടയണല്ലോ, ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലതാ, തന്നെ വെള്ളം വരും ഇതിനകത്ത്. അപ്പൊ നമ്മൾ ഈ ചട്ടിയിലിപ്പോ ഇങ്ങനെ ഇരിക്കട്ടെ, ഇതിൽ പകർത്തി കാണിച്ചു തരാം ഞാൻ. പിന്നെ ഉപ്പൊന്നും നോക്കട്ടെ ഗൈസ്, ഉപ്പ് ഉണ്ടോ എന്തോ ഒന്നറിയില്ല. ഉപ്പൊക്കെ ഉണ്ട്, ഉപ്പും കായപ്പൊടിയും എല്ലാം പാകത്തിന്. നമ്മളെ കയ്പ് ഒട്ടും നമുക്ക് തോന്നില്ല, കണ്ടമാനം കയ്പാവില്ല. അപ്പൊ ഞാൻ ഇതിലേക്ക് പകർത്തി കാണിച്ചു തരാം. എണ്ണ വേണമെന്ന് പറയുന്നവർക്ക് എണ്ണ വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഞാനത് എണ്ണ യൂസ് ചെയ്തിട്ടില്ല, പാകത്തിന് എടുത്തിട്ടുള്ളൂ. നല്ല കളറുണ്ട് കാശ്മീർ മുളക് കാരണം കേട്ടോ. ഇതൊക്കെ നമുക്ക് കുറച്ചല്ലേ വേണ്ടൂ. സദ്യയിലൊക്കെ ആണെങ്കിലും ചെറിയ നാരങ്ങ എടുത്തിട്ട് ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാം, ഓണം കഴിഞ്ഞിട്ടായാലും അല്ലേ. ഇത് ഇരുന്നിട്ട് ഒന്ന് നല്ല രീതിയിൽ വരും, വെള്ളമൊക്കെ ഇറങ്ങി. അണി ഒരു കഷ്ണം കാണിച്ചു തരാം കഴിച്ച് കേട്ടോ. അപ്പൊ ഗൈസ് ദേ രണ്ടും ഒരുമിച്ച് റെഡിയാക്കി ഒറ്റ വീഡിയോ ആക്കി മാറ്റാമല്ലോ.
ചെറിയ ചെറിയതെല്ലാം 2-3 തരം ഒരുമിച്ച് കാണിച്ചാൽ മതി. അപ്പോൾ ഒരു വീഡിയോ ആക്കിയിട്ട് നമുക്ക് ഇടാം. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുക. അപ്പോൾ ഓക്കെ, ഞാൻ ഒന്ന് കാണിച്ചു തരാം. ചെറിയ പീസ് കിട്ടണമല്ലോ. തൊണ്ട് മാത്രമാണ് ഒന്ന് ഹാർഡായിട്ട് ഇരിക്കുന്നുണ്ട്. സൂപ്പർ. ഇരിക്കുമ്പോൾ തൊണ്ട് റെഡിയാവും. കയ്പ്പ് വളരെ കുറവാണ്. ഞാൻ പുറത്തൊക്കെ നാരങ്ങ മേടിച്ചിട്ട് കച്ചിട്ട് വായിൽ വയ്ക്കാൻ പറ്റില്ല. ഇത് സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇത് കാണിച്ചില്ല, ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. വീഡിയോയിൽ താഴെ ഒന്ന് കമൻറ്റ് പറയണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതേ. ബൈ. ഓക്കെ.